പുതിയതായിട്ട് നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഫോണിൻ്റെ മോഡലുകൾ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഈ മോഡൽ ഫോണുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം ഒരുപാട് കംപ്ലൈൻ്റ് ഉള്ള മോഡലുകളാണിത്. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ അതിൻ്റെ CPU, അതിൻ്റെ മെയിൻ IC ആണ് CPU എന്ന് പറയുന്നത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് കംപ്ലൈൻ്റ് ആയി പോകുന്നതായിരിക്കും. നമ്മളത് വാറണ്ടി ചെയ്ത് ക്ലെയിം ചെയ്താലും വീണ്ടും വീണ്ടും ഈ സെയിം കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കും. 1 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഫോൺ ഡെഡായി പോകും, അധികകാലം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഇതൊരു പോക്കോ ഫോണിൻ്റെ ബോർഡാണ്. പോക്കോ ഫോണുകൾ ഗെയിമിംഗ് ഫോണുകളാണ്. ഒരുപാട് വില കുറച്ച് നല്ല ഫീച്ചേഴ്സുള്ള ഫോണുകൾ തരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പഴയ ഫോണുകളുടെ ബോർഡിൽ പുതിയ IC റീപ്ലേസ് ചെയ്തിട്ടാണ് മിക്ക ഫോണുകളിലും വരുന്നത്. അതാണ് ഇത്രയും വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഫോണുകളെല്ലാം 5 മാസം 6 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ IC ആയ പ്രോസസ്സർ അടിച്ചു പോകുന്നതായിരിക്കും. നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്താലും വീണ്ടും വീണ്ടും ഈ സെയിം പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കും. 1 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഇത് കംപ്ലൈൻ്റ് ആയിപ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പോക്കോ ഫോണുകൾ ഒഴിവാക്കുക. ഇതാണ് പോക്കോയുടെ പ്രോസസ്സർ. ഇത് പോക്കോ C3 എന്ന് പറഞ്ഞ ഫോണിൻ്റെ മദർ ബോർഡാണ്. ഇതിൻ്റെ അകത്ത് 3 പ്രാവശ്യം നമ്മൾ പ്രോസസ്സർ റീബോൾ ചെയ്ത് റീപ്ലേസ് ചെയ്ത് വെച്ചതാണ്. 1 മാസം കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈൻ്റ് ആകും. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഫോൺ വാങ്ങിയിട്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഫോൺ പൂർണ്ണമായിട്ടും ഡെഡായിപ്പോയി. ആ കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പോക്കോ ഫോണുകൾ ഒഴിവാക്കുക. അത് 1 വർഷത്തിനുള്ളിൽ തന്നെ കേടായി പോകുന്നതായിരിക്കും. 1 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫോണുകൾ വാങ്ങരുത്. അടുത്തതായി ഏറ്റവും കൂടുതൽ പ്രോസസ്സർ കംപ്ലൈൻറ്റ് വരുന്നത് സാംസങ് A സീരീസിനും M സീരീസിനുമാണ്. A30, A50, M30, M50 അങ്ങനെയുള്ള A സീരീസ് M സീരീസ് ഫോണുകളിലാണ് കൂടുതലായിട്ടും പ്രോസസ്സർ കംപ്ലൈൻ്റ് ആകുന്നത്. ഇത് ഒരു M സീരീസ് ഫോണിൻ്റെ മദർ ബോർഡാണ്. ഇതിൻ്റെ പ്രോസസ്സറും ഇതേപോലെ ഒരു 6 മാസം കഴിഞ്ഞ്, ഫോൺ വാങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലൈൻ്റ് ആയി. നമ്മളത് റീബോൾ ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും കംപ്ലൈൻ്റ് ആയി. ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ പൂർണ്ണമായിട്ടും ഡെഡായിപ്പോയി. സാംസങ് A സീരീസ് M സീരീസ് 5G ഫോണുകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. മാക്സിമം നിങ്ങൾ A സീരീസ് M സീരീസ് ഒഴിവാക്കുക. ഒരുപാട് പ്രോസസ്സർ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ പൈസ 1 വർഷത്തിനുള്ളിൽ തന്നെ മൊത്തം ഡെഡായി പോവും. നിങ്ങൾ കൂടുതൽ കാലം ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ M സീരീസ് A സീരീസ് ഒഴിവാക്കുക. അതേപോലെ ഇതാണ് സാംസങ്ങിൻ്റെ M സീരീസിൻ്റെ പ്രോസസ്സർ, എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറാണ് ഡാമേജ് ആകുന്നത്. നമ്മൾ റീപ്ലേസ് ചെയ്താലും വീണ്ടും വീണ്ടും കംപ്ലൈൻ്റ് ആകും. അതുകൊണ്ട് നിങ്ങൾ സാംസങ്ങിൻ്റെ A സീരീസ് M സീരീസും പോക്കോയുടെ ഫോണുകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഫോൺ വാങ്ങേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇത്തരം ഫോണുകൾ ഉപയോഗിക്കണമെങ്കിൽ പോക്കോയുടെ തന്നെ മീഡിയാടെക്കിൻ്റെ അല്ലാതെ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ വരുന്ന ഫോണുകളുണ്ട്. അതിന് ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് മേളിലായിരിക്കും. ആ ഫോണുകൾ ഉപയോഗിക്കുക. അതാകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം. അതേപോലെ സാംസങ്ങിൻ്റെ ഫോണുകളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 25,000 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്ന കുറച്ച് റേറ്റുള്ള A സീരീസോ M സീരീസോ വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ ഡെഡായിട്ട് നിങ്ങൾക്ക് പുതിയ ഫോൺ മേടിക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.